ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വാരി കൊടുക്കണ വീടുണ്ട്, അവിടെ നിന്ന് എടുക്കും, തൂക്കി മേടിക്കും 1 കിലോ. ചെറിയ ആൾക്കാർ 200, വലിയ ആൾക്കാർ 280, 250 കിട്ടും. ചില സമയം പറയും. അല്ല, തോടോട് കൂടിയല്ല, തോട് കളഞ്ഞ് അവർ കഴുകി വൃത്തിയാക്കി നമുക്ക് തരും. അപ്പൊ ഇതും കൂടി എടുത്തോ, ഇതും തരും. കിലോ 200 എവിടാ? കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇത് 280 കിലോ. 280 ഞാൻ ഇന്നെടുത്ത മാർക്കറ്റിൽ നിന്ന്. അത് ഈക്കക്കായല്ല 200 കൂടെ മതി. ഈക്കക്ക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കക്കയും കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ കപ്പ ബിരിയാണി. കക്കരച്ച് വാങ്ങിച്ചത് ഭയങ്കര നഷ്ടമായിരുന്നു. 200 രൂപയ്ക്കാണ് ഞാൻ ഈ കക്കരച്ച് വാങ്ങിച്ചത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കക്ക നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പുഴുങ്ങിയ കക്കയാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. കക്ക ഇറച്ചിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ലേശം മല്ലിപ്പൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പയിൽ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ കപ്പ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കപ്പ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 സവാള ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. കപ്പ ബിരിയാണിയിലേക്ക് ആവശ്യമായ കുറച്ച് സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. മുളക് പൊടിയും കുരുമുളകും കൂടെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ലേശം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ചീരകം കൂടി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. നമ്മുടെ കക്ക ഇവിടെ നല്ലവണ്ണം വെള്ളം വറ്റിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കക്ക ബിരിയാണിയിലേക്ക് ആവശ്യമായ കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും കൂടി ചേർത്ത് ഇനി റെഡിയാക്കി എടുക്കാം. കക്ക കൊണ്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഒരു മിനുക്ക് പണിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് ചെയ്യാം. കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് വറ്റൽ മുളകും, കുറച്ച് കറിവേപ്പിലും കൂടെ എണ്ണയിലൊന്ന് വഴറ്റുവാണ്. നമ്മുടെ ഉള്ളി മൂപ്പിക്കുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ കടുക് ചേർക്കാം. എനിക്ക് കടുക് ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കടുക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാം.
മല്ലിയിലയും കൂടി ഇടുവാണ്. നമ്മുടെ കക്ക കൊണ്ടൊരു കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുറത്ത് നല്ല മഴ, ആവി പറക്കുന്ന നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണി. പുറത്ത് നല്ല സംകൃതിയായിട്ട് മഴ പെയ്യുവാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് നമ്മുടെ കപ്പ ബിരിയാണി. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. കുരുമുളകും പെരുംജീരകവും കൂടി കഴിക്കുമ്പോഴുള്ള സൂപ്പർ ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും.